ഞങ്ങൾ വിഷുവിന് വീട്ടിലെത്തിയേ. ഇതിനകത്ത് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സൗണ്ട് ഞാൻ ഡയറക്റ്റ് ലൈവായിട്ട് പറയണതാണ് കേട്ടോ, അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് പറയണതല്ല. അപ്പോൾ വേറെ സൗണ്ടൊക്കെ ഇതിനകത്ത് വരാനുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ വിഷു പ്രമാണിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ്. ഇതാണ് ഞങ്ങളുടെ വീട്. പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. മഴയുണ്ടായിരുന്നതുകൊണ്ട് ഇതൊന്നും ഉണങ്ങിപ്പോയിട്ടില്ല, കുറേയൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അമ്മ പുല്ലൊക്കെ ചെത്തിപ്പിച്ചുകൊണ്ട് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. കിണറിപ്പോൾ ഉപയോഗിക്കാറില്ല, അതിന് തേകാതെ അതിനകത്ത് വെള്ളം എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. താരതമ്യേന കുറവാണ്, എന്നാലും വെള്ളം വലിയ തെറ്റില്ല. പക്ഷെ ഉപയോഗിക്കാതെ കിടന്നതുകൊണ്ട് അതെടുക്കാൻ പറ്റുമോയെന്നറിയില്ല കുടിക്കാനൊക്കെ. ഇതിങ്ങനെ വേസ്റ്റൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കണതാണ്. പിന്നെ പറഞ്ഞ പോലെ തികത്തിക്കാനുള്ളതൊക്കെ അമ്മ ഇങ്ങനെ എടുത്ത് എപ്പോഴും സൈഡിലൊക്കെ എടുത്ത് വയ്ക്കും. അമ്മയ്ക്ക് പുകയെടുപ്പ് ഭയങ്കര നിർബന്ധമാണ്. എന്നുവെച്ചാൽ നമ്മൾ വീട്ടിൽ ഉണ്ടാകണ തികത്തിക്കാനൊക്കെ വെറുതെ വേസ്റ്റായി പോകണ്ടെന്നും പറഞ്ഞിട്ട് അടുപ്പിൽ തന്നെയാണ് ചെയ്യണത്. ഇത് തന്നെത്താനെ വളർന്നതാണ് കേട്ടോ, ഞങ്ങൾ കിളിപ്പിച്ചതല്ല. എപ്പോഴോ ഇവിടെ കിടന്ന ഒരു വിത്ത് താനെ ഉണ്ടായതാണ്. മത്തങ്ങയൊന്നും അതിനകത്തില്ല, പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്നത് ഓടിട്ട് കാണണമെന്ന് വെച്ചാൽ ഒരു ചെറിയ വീടാണ്, അത് വാടകയ്ക്ക് കൊടുത്തേക്കണതാണ്. ഒരു പയ്യൻ അവിടെ താമസിക്കുന്നുണ്ട്, അവനിപ്പോൾ വീട്ടിൽ പോയിരിക്കുകയാണ് വിഷു പ്രമാണിച്ച്. അവൻ്റെ ബൈക്കാണിത്. ഞങ്ങളുടെ കണിക്കൊന്ന ഞങ്ങൾ വെച്ചതാണ് ഇവിടെ താമസിക്കാൻ വന്ന സമയത്ത്. ഇത്രയും ആയിട്ടുള്ളൂ, ചെറിയ തൈയായിരുന്നു, 2 എണ്ണം ഉണ്ട്. ഇതും കണിക്കൊന്നയാണ്, പക്ഷേ പൂവായിട്ടില്ല, ഇത്രയേ വലുതായിട്ടുള്ളൂ. അത് എനിക്ക് തോന്നുന്നൊരു 3-4 വർഷമൊക്കെ ആയിട്ടുള്ളൂ ആയിട്ട്. ഇത് ഞങ്ങളുടെ ഇപ്പുറത്തോട്ടുള്ള പറമ്പാണ്, അത് മോട്ടർ വര, ഇത്രയൊക്കെ ഉള്ളൂ. വീടിൻ്റെ അകമൊന്നും അത്ര വൃത്തിയായിട്ടൊന്നും അല്ല കിടക്കണത്, കാരണം ഞാനിപ്പോൾ തുടച്ചിറക്കിയതേ ഉള്ളൂ. നല്ല പൊടി ഉണ്ടായിരുന്നു, ഇനി കുറേ പരിപാടികളകത്ത് ചെയ്യണം. ഇത് 2 കളറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചുമ്മാ ഒരു കഷ്ണം കിട്ടിയാൽ മതി, അത് ഫുള്ളായിട്ട് കിടന്നങ്ങ് വളർന്നോളും. അപ്പം അമ്മ ഇതൊന്നും കളയില്ല, അതൊക്കെ അമ്മ വച്ചിരിക്കുന്നതാണ്. ചട്ടിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇറക്കി വെച്ചേക്കണമെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പം വെള്ളം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ. കാര്യം എന്താ, ഇതെല്ലാം നീക്കി വെച്ചേക്കുകയാണ്, അകത്തോട്ട് നീങ്ങിയിരുന്നതാണ് ഇതെല്ലാം. പക്ഷെ മഴ പെയ്യുമ്പോൾ ഇച്ചിരി വെള്ളം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് അമ്മയ്ക്ക് എപ്പോഴും വന്ന് നനയ്ക്കാനൊന്നും പറ്റില്ല, അപ്പോൾ അങ്ങനെ ചെയ്യണതാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്. ഈ സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടതാണ്. ഇതിനകത്ത് മണി പ്ലാന്റ് ഉണ്ടായിരുന്നു. ഇവിടെയാണ് വീട്. കർട്ടനൊക്കെ ഞാൻ തന്നെ തയ്ച്ചിടണം കേട്ടോ. ഇതൊക്കെ അമ്മയുടെ ഡെക്കറേഷൻ പരിപാടികളാണ്. ബുദ്ധനൊക്കെ എൻ്റെയാണ്, ബാക്കിയൊക്കെ അമ്മയുടെ പരിപാടികളാണ്. ഇതാണ് കിച്ചൺ. ഞാനിവിടെ ഒന്നും കുക്ക് ചെയ്യാറൊന്നുമില്ല വന്നു കഴിഞ്ഞാലും. പിന്നെ അത്യാവശ്യം ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇടും, കാരണം രാവിലെ കാപ്പി ഇല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ട് അമ്മ തേയിലയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അമ്മ ഇടയ്ക്ക് വന്നിട്ട്, അമ്മയ്ക്ക് തേയില വെള്ളം ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അമ്മ ഇടയ്ക്ക് വന്നിട്ട് തേയിലയൊക്കെ ഇട്ട് കുടിക്കും.
സാധനങ്ങൾക്കൊക്കെ ടിന്നുകളൊക്കെ ഉണ്ട്, അത്യാവശ്യം ഒന്നും അതിനകത്ത് വെച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്നും ഇട്ടിട്ടില്ല, അതിനകത്തൊന്നും കാലിക്കുപ്പിയായിട്ടിരിക്കുക. ഇതൊക്കെ അമ്മ ഇവിടെ മല്ലി കഴിഞ്ഞ ദിവസം ഉണക്കാൻ കൊണ്ടുവന്നിരുന്നു പറഞ്ഞു, അതൊക്കെയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ എൻ്റെ കലാപരിപാടികളാണ്. വർലി ആർട്ട് എന്നാണ് ഈ സംഭവത്തിന് പറയണത്. അപ്പം ഞാനൊരു ഇങ്ങനത്തെ ഒരു ഭരണി കണ്ടപ്പോൾ വാങ്ങിച്ചു. അത് ഉപയോഗിക്കാനല്ല, ഇതുപോലെ വർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കഴുകി കമത്തി ഉണക്കി അടുക്കള ഭാഗമാണ്. ഇങ്ങനെ മൂടി വെച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ വെയിലടിച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പാണ്. അപ്പോൾ വെയിലടിച്ചാൽ ഇത് പൊട്ടിപ്പോകുമെന്നും പറഞ്ഞ് അമ്മ ചെയ്ത് വെച്ചേക്കണ പരിപാടിയാണ്. കണ്ട പൈപ്പ്. ഇവിടെ ഒരു പൈപ്പുണ്ട്, ഇതിൻ്റെ അടപ്പ് ഞാൻ തുറന്നതാണ്, ഇതിങ്ങനെ കെട്ടി വെച്ചേക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്. വീട്ടിൽ കാൽപ്പെരുമാറ്റം ഉണ്ടെങ്കിൽ വീടിന് സന്തോഷമാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. പിന്നെ ഒരു ബെഡ്റൂമുണ്ട്, അതിൽ അവൻ കിടന്ന് ഉറങ്ങുകയാണ്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണത്, ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഇതുണ്ടോ, മുമ്പ് ഇതില്ലായിരുന്നു, ഞാൻ വരുമ്പോൾ ഇല്ലായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് വന്നിട്ട് പിന്നെ ഇപ്പോഴാണ് വരണത്. അപ്പം ഇപ്പോൾ വന്നപ്പോഴാണ് ഇത് കാണുന്നത്. ഇങ്ങനെ ഒരു സംഭവമൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അമ്പലമാണ്. ഇപ്പോൾ ഇതാണ് വീടിൻ്റെ എന്താ പറയുക, നമ്മൾ കതക് തുറക്കുമ്പം കാണുന്ന അമ്പലമാണ്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇതപ്പുറത്തെ മാവിലെ മാങ്ങയുടെ ഇതാണ് കേട്ടോ. ആ മാങ്ങയൊക്കെ ഇവിടെ വീണ് കിടപ്പുണ്ട്. കശുവണ്ടി കുറവാന്ന് തോന്നുന്നു, മഴ പെയ്തുകൊണ്ട്. ഇത് അപ്പുറത്തൊരു ഇടവഴിയാണ്, ആ വഴിയിലുള്ള പുളിയാണ്. പുളി വെട്ടണ്ടെന്ന് പറഞ്ഞു, ഇത്രയും വലുതായതല്ലേ. കുടംപുളിയാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.